പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സമയങ്ങളിൽ നമ്മെ മാറ്റി നിർത്തി ചിലത് പഠിപ്പിക്കും. നമ്മൾ ഒരിക്കലും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്നൊക്കെ സാധാരണ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് അല്ലേ? എന്നാൽ നാം എത്രമാത്രം അതിൻ്റെയൊക്കെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വിശുദ്ധനായ ദൈവത്തെ നാം വിശുദ്ധിയിൽ ആരാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന കളങ്കങ്ങളെയെല്ലാം ആ പുണ്യാഹരക്തത്താൽ നാം കഴുകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. കർത്താവിനോട് നമ്മൾ പറയാറുണ്ട്, കർത്താവേ, എൻ്റെ നിർബന്ധ സ്വഭാവങ്ങൾ അവരവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അതിൽ നിന്ന് ഒന്ന് പുറത്തു കൊണ്ടുവരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ദൈവത്തിന് ഹിതമില്ലാത്ത സകലതും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേങ്കിൽ ചില സമയത്ത് നമുക്ക് തോന്നും, കർത്താവ് ഒന്നും നമ്മളോട് ചെയ്യുന്നില്ല. കർത്താവേ, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആഴത്തിൽ നിന്ന് വേദനയോടെ പ്രാർത്ഥിച്ച് എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? കർത്താവിനോട് നമുക്ക് ചോദിക്കാം, കർത്താവ്, എന്തുകൊണ്ടാണ് എൻ്റെ ബാഡ് ഹാബിറ്റ്സ്, വൈ ഇറ്റ് ഈസ് ഗെറ്റിംഗ് വേഴ്സ്? അത് മാറിപ്പോവല്ലേ വേണ്ടത്? ഞാൻ ഒന്നുകൂടെ നല്ലതായി തീരുവല്ലേ ചെയ്യേണ്ടത്? പക്ഷെ അങ്ങനെ പറ്റുന്നില്ലല്ലോ. നേരത്തെ ചിന്തയ്ക്കായിട്ട് മലാഖി 3:3, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുന്നവനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവ്യപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയാൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുമെന്നേ. പക്ഷേ പലപ്പോഴും ദൈവം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായാലും നമ്മൾ അത് നമ്മുടെ ആ ലെവലിൽ, ആ ഗ്രേഡിൽ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നാം ചെയ്യാനായിട്ട് നോക്കും. ദൈവം പറയുന്നത് നോ, ഐ വിൽ ഡു ഇറ്റ് മൈ വേ. അതുകൊണ്ട് ദൈവത്തിന് ഒരൈഡിയ ഉള്ളതിനൊപ്പിച്ച് നാം വിട്ടുകൊടുത്തില്ലെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ഒരു വിൽഡർനെസ് ജേർണി ഉണ്ടെന്നുള്ളത് ഓർത്തോണം. അത് പലർക്കും എത്ര കാലം നീണ്ട് നിൽക്കുമെന്നുള്ളതും ദൈവം പറയുന്നത് പോലെ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഔട്ട്വേർഡ് ഫോം ഓഫ് ഹോളിനെസ് അല്ല. ആന്തരികമായി നമുക്കൊരു ചേഞ്ച് ഉണ്ടാകണം. ഒരു പ്യുവർ ഹാർട്ട് ഉണ്ടെങ്കിലേ ഒരു പ്യുവർ കോണ്ടാക്റ്റ് നമ്മളിൽ നിന്ന് പുറത്തു വരത്തുള്ളൂ. നമ്മുടെ മോട്ടീവ്സും നമ്മുടെ ഇൻറ്റൻഷൻസും എല്ലാം പ്യൂരിഫൈ ചെയ്യാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്ന പല ക്രൂസിബിൾസ് ഉള്ളതിലെ ഒരു ക്രൂസിബിളാണ് വിൽഡർനെസ്, വരണ്ട അവസ്ഥ, മരുഭൂമിയുടെ അവസ്ഥ. നമുക്കറിയാമല്ലോ സ്വർണം എങ്ങനെ ശുദ്ധീകരിക്കുന്നതെന്ന്. സ്വർണത്തിനൊരു ബ്യൂട്ടിഫുൾ യെല്ലോ കളറാണ് ഉള്ളത്. അതിങ്ങനെ ഒരു സോഫ്റ്റ് മെറ്റാലിക് ഗ്ലോ എമിറ്റ് ചെയ്യും. മണ്ണിനടിയിലൊക്കെ ഈ ലോഹമുണ്ട്, സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ടുണ്ട്. പക്ഷേ പ്യുവർ സ്റ്റേറ്റിലല്ലായിരിക്കും മിക്കവാറും. എന്നാൽ പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഗോൾഡ് എന്ന് പറയുന്നത് സോഫ്റ്റാണ്, പ്ലയബിള്, മറ്റ് സംഗതിയിൽ നിന്നൊക്കെ അത് ഒഴിവുള്ള സംഗതിയായിരിക്കും. ഈ ഗോൾഡ് വേറെ മെറ്റൽസുമായിട്ട് മിക്സ് ചെയ്താണ് കിടക്കുന്നതെങ്കിൽ, കോപ്പർ, അയൺ, നിക്കലൊക്കെ ഉണ്ടല്ലോ, അത് ഹാർഡറാകും, അത് ലെസ് പ്ലയബിളാകും, തന്നെയല്ല മോർ കൊറോസീവുമായിട്ട് മാറും. ആ മിക്സറിന് പറയുന്നൊരു പേരുണ്ട്, അലോയ്. അപ്പോൾ ദൈവമക്കളെ മനസ്സിലാക്കണം, ദ ഹയർ ദ പെർസെൻറ്റേജ് ഓഫ് അനദർ മെറ്റൽ, ദ ഹാർഡർ ദ ഗോൾഡ് ബിക്കംസ്. അതുപോലെ തിരിച്ചു പറഞ്ഞാൽ, ലോവർ ദ പെർസെൻറ്റേജ് ഓഫ് an alloy, the softer and flexible
മോർ ഫ്ലെക്സിബിലിറ്റീസ്. എന്നാൽ അതിന് പാരലായിട്ടൊരു സംഗതി ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ മുമ്പിലുള്ള ശുദ്ധിയുള്ളൊരു ഹൃദയം, പ്യുവർ ഹാർട്ട്, അത് ഇറ്റ് ഈസ് ലൈക്ക് പ്യുവർ ഗോൾഡ്. പ്യുവർ ഹാർട്ട് സോഫ്റ്റ് ആയിരിക്കും, ടെൻഡറായിരിക്കും, പ്ലയബിളുമായിരിക്കും. മലാഖി നമ്മെ കാണിക്കുന്നത് ദൈവം എങ്ങനെ തൻ്റെ സഭയെ ശുദ്ധി ചെയ്യുമെന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഒരു റിഫൈനർ എങ്ങനെ ഗോൾഡ് പ്യൂരിഫൈ ചെയ്യുമോ അതുപോലെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഞാൻ കുറിവാക്യത്തിൽ വായിച്ചല്ലോ. നമ്മുടെ റിഫൈനിങ് പ്രോസസ്സിൽ ഈ ഗോൾഡ് നല്ല പൊടിയായി അങ്ങ് പൊടിക്കും. എന്നിട്ട് വേറൊരു സബ്സ്റ്റൻസ്, അതിന് പറയുന്ന ഫ്ലക്സ് എന്ന FLUX, അതുമായിട്ടത് മിക്സ് ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരു ഫർണസിൽ വെക്കും. എന്നിട്ട് ഇൻറ്റൻസായിട്ട് ഫയർ കൊടുത്ത് അതിനെ ഉരുക്കും. അപ്പോൾ ഈ അലോയ്സും ഇമ്പ്യൂരിറ്റീസും എല്ലാം കൂടെ ഈ ഫ്ലക്സിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അതിങ്ങനെ മുകളിൽ വന്ന് കിടക്കും. എന്നാൽ ഈ ഗോൾഡ് ഹെവിയർ ആയതുകൊണ്ട് അത് താഴെ ബോട്ടത്തിൽ കിടക്കും. അപ്പം ഇമ്പ്യൂരിറ്റീസും പിന്നെ കോപ്പർ, അയൺ, സിങ്ക് എല്ലാം കൂടി ഇങ്ങനെ ഫ്ലക്സുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നതിന് പറയുന്നൊരു പേരുണ്ട്, ഡ്രോസ്, DROS, ഡ്രോസ്. ദാറ്റ് ഈസ് ദെൻ റിമൂവ്ഡ്. മുകളിൽ നിന്ന് അങ്ങ് മാറ്റി കളയും. ദൈവം ഉപയോഗിക്കുന്ന ഫയർ എന്താണെന്നറിയാമോ? നമ്മെ റിഫൈൻ ചെയ്യാനായിട്ട്. ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. ആ വെല്ലുവിളിയുടെ ഒക്കെ ചൂട് നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ നമ്മളിലുള്ള ദൈവീയ സ്വഭാവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. നമ്മെ എന്നിട്ട് ശുദ്ധിയുള്ളൊരു പാത്രമാക്കി മാറ്റും. വേറെ സ്വർണത്തിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്യുവറായിട്ടുള്ള സ്റ്റേറ്റിലാണ് ഗോൾഡ് ഏറ്റവും ട്രാൻസ്പെറൻ്റായിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഫിയറി ട്രയൽസിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ട്രാൻസ്പെറൻ്റായിട്ട് മാറും ദൈവമക്കളെ. ഒരു ട്രാൻസ്പെറൻറ്റ് വെസൽ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവരും. പക്ഷേ അതിനകത്ത് എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്നനുസരിച്ചാണ് അതിൻ്റെ ആ ഗ്ലോറി, മഹത്വം വെളിപ്പെട്ട് വരുന്നത്. അത് കണ്ടെയ്ൻ ചെയ്യുന്നതനുസരിച്ച് ഗ്ലോറി വെളിപ്പെട്ട് വരും. വൺസ് വി ആർ റിഫൈൻഡ്, ദ വേൾഡ് അഗെയിൻ വിൽ സീ ജീസസ്. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ആയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പരമോന്നോദ്ദേശം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചിന്തയിലേക്ക് ഒരു വാക്യം കൊണ്ടുവരട്ടെ. യെശയ്യാവ് 1:25-26. ഞാൻ എൻ്റെ കൈ നിൻ്റെ നേരെ തിരിച്ച് നിൻ്റെ കീടം തീരെ ഉരുക്കി കളയും, നിൻ്റെ വെള്ളിയുമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദികളെന്ന പോലെയും നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിലെന്ന പോലെയും ആക്കും. അതിൻ്റെ ശേഷം നീ നീതിപുരം എന്നും വിശ്വസ്ത നഗരം എന്നും വിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഈ ഒരു വിളിയല്ലേ ആഗ്രഹിക്കുന്നത്? ഈ ഒരു വിളിയല്ലേ നമുക്ക് ലഭിക്കേണ്ടത്? അതിനുവേണ്ടി ഒന്നേൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? ദൈവമക്കളെ, ഈ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവനം അനുസരിക്കുന്നത് വളരെ ബ്ലെസ്സിങ്. കർത്താവ് അങ്ങനെ ഓരോരുത്തരെയും പേരായി അനുഗ്രഹിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഏത് ക്രൂസിബിളിനകത്തിരുന്നാലും ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഞങ്ങളുടെ ശുദ്ധീകരണമാണ്. ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ട ഒത്തിരി ഡ്രോസ്, അലോയ്സ് ഉണ്ട് കർത്താവേ. ചൂടുപിടിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞ്
തീയതിനെയൊക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ്